ഹലോ ഗൈസ്, ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ഈ മുണ്ടച്ചക്കേനെ കൊണ്ട്. ഇത് നല്ല മസാലയിലിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വീഡിയോയിൽ കണ്ടതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ടാണ്. പൈനാപ്പിൾ ഉപ്പിലിട്ടതെല്ലാം കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുപോലെ മസാലയിലിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയോ. നല്ല മുണ്ടച്ചക്കയാണ് നോക്കിയെടുത്തത്, പക്ഷേ ഒരു സൈഡ് കേടായിപ്പോയി. എന്നാലും ബാക്കിയുള്ള ഭാഗം വെച്ചിട്ട് ഉദ്ദേശിച്ച ഐറ്റം ആക്കിയെടുക്കാം. ഇത്ര പല പീസേ പൈനാപ്പിൾ എടുത്തിട്ടില്ലൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി ഇടുക. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇതിനൊന്ന് ഈ മസാലയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല നല്ല സെറ്റായി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. അപ്പം നമ്മളെ മുണ്ടച്ചക്ക മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്ര മൊരിഞ്ഞാൽ മതിയാവും തോന്നുന്നു. ഇത് വാങ്ങാം. ഇതിൽ ലാസ്റ്റായിട്ടൊരു സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അത് പഞ്ചസാരയാണ്. പഞ്ചസാര കൂടി ഇട്ടെടുക്കാം. പൈനാപ്പിൾ പൊതുവെ നല്ല ഇഷ്ടമുള്ള സാധനമാണ്. ഉപ്പിലിട്ടതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, നല്ല മസാലയിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കി നോക്കിയിട്ട് എന്താവും അറിയില്ല. ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം നമ്മളെ മുണ്ടച്ചക്കേനെ കൊണ്ടില്ലേ പരീക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടില്ല സാധനം. അപ്പം എങ്ങനെയുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി രുചിയുണ്ട് കേട്ടോ. ഉപ്പും മധുരവും പുളിയെല്ലാം കൂടെ കുഴപ്പമൊന്നുമില്ല. ഫ്ലോപ്പായി പോയിട്ടില്ല, സക്സസ് ആയിന്. പക്ഷെ പിള്ളേർക്കൊന്നും കൊടുക്കേണ്ട ധൈര്യമില്ല, നല്ല വയറിളക്കാറ്റം വന്നാലോ.